ഇന്ത്യക്ക് നേരെ ഒരു പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ബംഗ്ലാദേശിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ആ തിരിച്ചറിവ് ബംഗ്ലാദേശിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൈനിക മേധാവി പുറത്തിറക്കിയ പ്രസ്താവന. ഇന്ത്യയുടെ എല്ലാ സ്വത്തുക്കളും സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറലായ വാക്കർ ഉസ്മാനാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ തങ്ങൾ ആക്രമിക്കാൻ മുതിരില്ല എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ തീവ്രവാദി വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ അജ്ഞാതൻ തന്നെയാണ് ഹാദിയെ കൊലപ്പെടുത്തിയതെന്നതിൽ യാതൊരുവിധ സംശയവും അവർ ഉന്നയിക്കുന്നില്ല. അജ്ഞാതനെ മോദി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻക്ലാബ് മഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനവും ഇന്ത്യയിൽ അവർക്ക് നൽകുന്ന സംരക്ഷണവും ഇന്ത്യ എടുത്ത നിലപാടുകളും വളരെ അല്ലെങ്കിൽ തെല്ലൊന്നും അല്ലാതെ തന്നെ ബംഗ്ലാദേശിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടതാണ്. എന്തു തന്നെ ആയാൽ പോലും ഇന്ത്യയുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ബംഗ്ലാദേശ് ഭസ്മമാകുമെന്നതിലും സംശയമില്ല. ആയതിനാൽ തന്നെ ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയെ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനകൾ. ബംഗ്ലാദേശിൽ തുടരുന്ന ആക്രമണങ്ങൾക്കിടയിൽ എല്ലാ ഇന്ത്യൻ സ്വത്തുക്കളും സുരക്ഷിതമാണ് എന്നതാണ് ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ നൽകിയ ഉറപ്പ്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും സൈന്യങ്ങൾ തമ്മിൽ നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ അവിടെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലും സുരക്ഷ നിലനിർത്തുന്നതിനുള്ള ധക്കയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ബംഗ്ലാദേശ് ആർമി ചീഫ് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യൻ സൈനിക മേധാവികൾ തമ്മിലുള്ള നിരന്തര സമ്പർക്കം ഇന്ത്യക്ക് ആശ്വാസകരമായ കാര്യമാണ് എന്നതാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ തീവ്രവാദി വിദ്യാർത്ഥി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ മരിച്ചതോടെയാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്. ഒരാഴ്ചയ്ക്ക് മുൻപ് ധക്കയിൽ മുഖംമൂടി ധരിച്ചുകൊണ്ട് അക്രമികളാകട്ടെ ഹാദിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. തുടർന്ന് ഇയാളുടെ മരണത്തിൽ രാജ്യമെമ്പാടും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. തീവ്ര ഗ്രൂപ്പുകൾ മാധ്യമ സ്ഥാപനങ്ങളും സാംസ്കാരിക സംഘടനകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അവയ്ക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇന്ത്യൻ ഹൈക്കമ്മീഷനെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെക്കാനുള്ള ശ്രമങ്ങൾ പോലും നടത്തി. പ്രതിഷേധത്തിനിടെ തന്നെ തലസ്ഥാനമായ ധക്കയിൽ പ്രമുഖ പത്രങ്ങളായ 2 പത്ര സ്ഥാപനങ്ങൾക്ക് നേരെ അവർ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. ആ ഓഫീസുകൾ തീയിട്ടു. ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയായ ഉദിച്ചി ശില്പി ഷെട്ടിയുടെ ഓഫീസും വ്യക്തമായി തന്നെ അവർ വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തി. ഈ സംഭവങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ പ്രക്ഷുബ്ധതയുടെ ആഘാതം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലും വളരെയധികം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നു. അതേസമയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്, അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം മുൻപ് ബംഗ്ലാദേശിൽ ഒരു കൂട്ടം തീവ്രവാദികളാകട്ടെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഹിന്ദു യുവാവിനെ അവിടെ വലിയ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു മൃതദേഹമാകട്ടെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് കത്തിക്കുകയാണ് ചെയ്തത്. ഈ ആഴ്ച ആദ്യം ഇന്ത്യൻ ഹൈക്കമ്മീഷനും മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ഭീഷണികളും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളിലും ഔദ്യോഗികമായി തന്നെ പ്രതിഷേധിക്കാൻ ന്യൂഡൽഹി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനായ മുഹമ്മദ് റിയാസ് ഹമീദുള്ളയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ബംഗ്ലാദേശിലെ സമാധാനത്തെയും സ്ഥിരതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ നയതന്ത്ര ദൗത്യങ്ങളുടെ സുരക്ഷയിൽ വീഴ്ചകൾ അനുവദിക്കാനാകില്ല എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.